ഒപ്റ്റിമസ് പ്രൈമും കൂട്ടരും തിരികെ വെള്ളിത്തിരയിലേക്ക് വരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾക്ക് പരിചിതമായ ട്രാൻസ്ഫോമേഴ്സ് ആയിട്ടല്ല ഇവർ എല്ലാവരും അഭ്രപാളിയിലെത്തുന്നത്. ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിൽ നിന്നും വരുന്ന പുതിയ സിനിമയായ ട്രാൻസ്ഫോമേഴ്സ് 1 എന്ന ഈ ആനിമേറ്റഡ് പ്രീക്വൽ സിനിമ കാണുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി നമ്മൾക്ക് നോക്കാം. ഞാൻ അഭിരാം സോനു. വെൽക്കം ടു കോമിക് മന്ത്ര. ഒറിജിൻ സ്റ്റോറി. ഒരു ഒറിജിൻ സ്റ്റോറിയായ ഈ പ്രീക്വൽ സിനിമ മുൻ ട്രാൻസ്ഫോമേഴ്സ് സിനിമകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ട്രാൻസ്ഫോമേഴ്സിന്റെ സ്വന്തം പ്ലാനറ്റായ സൈബർട്രോണിൽ അത് നശിക്കുന്നതിന് മുൻപ് നടക്കുന്ന ഒരു കഥയാണ്. ഒറയൺ പാക്സ് T-16 എന്ന സൈബർട്രോണിയൻസ് ഉറ്റ സുഹൃത്തുക്കളിൽ നിന്നും എങ്ങനെ ഓട്ടോബോട്ട്സിന്റെ തലവനായ ഒപ്റ്റിമസ് പ്രൈമായും ഡിസെപ്റ്റിക്കോൺസിന്റെ തലവനായ മെഗാട്രോണുമായി മാറുന്നു, എങ്ങനെ ഇവർ ശത്രുക്കളാകുന്നു, എങ്ങനെ സൈബർട്രോൺ നശിക്കാനുള്ള യുദ്ധത്തിന് കാരണങ്ങൾ ഉണ്ടാകുന്നു, സൈബർട്രോണിലെ സോഷ്യൽ സ്ട്രക്ചർ കാരണം ഉള്ള വേർതിരിവിൽ നിന്ന് എങ്ങനെ ഓട്ടോബോട്ട്സ് ആൻഡ് ഡിസെപ്റ്റിക്കോൺസ് എന്നീ രണ്ട് ഫാക്ഷൻസ് ഉണ്ടാവുന്നു എന്നതെല്ലാം ഫോക്കസ് ചെയ്യുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അനിമേഷൻ. ആദ്യത്തെ ട്രാൻസ്ഫോമേഴ്സ് സിനിമയായ 1986 പുറത്തിറങ്ങിയ ദ ട്രാൻസ്ഫോമേഴ്സ് ദ മൂവി എന്ന ആനിമേറ്റഡ് സിനിമ തിയേറ്ററുകളിൽ എത്തിയതിനു ശേഷം നീണ്ട 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം തിയേറ്ററിൽ റിലീസാവുന്ന ആദ്യത്തെ ആനിമേറ്റഡ് ട്രാൻസ്ഫോമേഴ്സ് സിനിമയാണ് ട്രാൻസ്ഫോമേഴ്സ് 1. ട്രാൻസ്ഫോമേഴ്സിനെ ആനിമേഷനിലൂടെ തിരികെ വലിയ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്ന ഈ പ്രോജക്റ്റിന്റെ അമരക്കാരനാകുന്നത് ഇൻസൈഡ് ഔട്ട് സിനിമയുടെ സ്ക്രീൻ പ്ലേ റൈറ്ററും ടോയ് സ്റ്റോറി 4ന്റെ ഡയറക്ടറുമായ ജോഷ് കൂളിയാണ്. ഒരു പുതിയ കാസ്റ്റ്, ഒരു വലിയ മികച്ച താരനിര തന്നെയാണ് ഈ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് വോയിസ് നൽകുന്നത്. ഏറ്റവും മുൻപന്തിയിൽ തന്നെ പറയേണ്ടത് ഇതിലെ 2 പ്രധാന കഥാപാത്രങ്ങളുടെ വോയിസ് ആണ്. ഒരു യങ് ഒറയൺ പാക്സ് അഥവാ ഒപ്റ്റിമസ് പ്രൈമായി വോയിസ് ചെയ്യുന്നത് MCUവിന്റെ സ്വന്തം തോറായ ക്രിസ് ഹെംസ്വർത്ത് ആണ്. ഒപ്പം തന്നെ ക്രിസിന്റെ MCUവിലെ സഹതാരമായ ബ്രയൻ ടൈറി ഹെൻറിയാണ് D-16 അഥവാ മെഗാട്രോണിന് ശബ്ദം നൽകിയിരിക്കുന്നത്. ഒറയൺ പാക്സിന്റെ അടുത്ത സുഹൃത്തായ എലീറ്റ 1 ആയി സ്കാർലെറ്റ് ജോഹാൻസനും പിന്നീട് ബംബിൾ ബി ആകുന്ന B-127 ആയി കീഗൻ മൈക്കിൾ കീയും ലോറൻസ് ഫിഷ്ബേൺ, ജോൺ ഹാം, സ്റ്റീവ് ബുഷേമി തുടങ്ങിയ താരങ്ങളും ഈ സിനിമയുടെ കാസ്റ്റ് ലിസ്റ്റിലുണ്ട്. ലൈവ് ആക്ഷനുമായുള്ള കണക്ഷൻ. ട്രാൻസ്ഫോമേഴ്സ് 1 എന്നാണ് പേരെങ്കിലും മുൻപ് വന്ന ട്രാൻസ്ഫോമേഴ്സ് സിനിമകളുടെ കഥയും എലമെന്റ്സുമായി സാമ്യമുണ്ടെങ്കിലും ഈ സിനിമകളുടെ എല്ലാം ഒരു ഡയറക്റ്റ് പ്രീക്വൽ അല്ല ട്രാൻസ്ഫോമേഴ്സ് 1. ലൈവ് ആക്ഷൻ സിനിമകളിൽ കാണിച്ച സൈബർട്രോണിൽ നിന്നും വളരെ വ്യത്യസ്തമായ, ഒരു രീതിയിൽ പറഞ്ഞാൽ മറ്റൊരു ടൈം ലൈനായി കാണിക്കുന്ന, ചിലപ്പോൾ മുൻ ലൈവ് ആക്ഷൻ സിനിമകളിലെ കഥകളെ കോംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു കഥയാകും ട്രാൻസ്ഫോമേഴ്സ് 1. ഒരു ട്രിലജിയുടെ തുടക്കം. ഒറയൺ പാക്സിന്റെ ഒപ്റ്റിമസ് പ്രൈമിലേക്കുള്ള വളർച്ച കാണിക്കുന്ന ട്രാൻസ്ഫോമേഴ്സ് 1 ഒരു ട്രിലജി ഓഫ് ആനിമേറ്റഡ് സിനിമകളുടെ ആദ്യത്തെ സിനിമയാണ്. നമ്മൾക്ക് പരിചയമുള്ള പീറ്റർ കള്ളൻ വോയിസ് ചെയ്യുന്ന ഒപ്റ്റിമസ് പ്രൈമിലേക്കുള്ള എവല്യൂഷനും മറ്റുള്ള പോപ്പുലറായ ട്രാൻസ്ഫോമേഴ്സിനെയും ഡിസെപ്റ്റിക്കോൺസിന്റെ വളർച്ചയും സൈബർട്രോണിന്റെ ഭാവി നിർണ്ണയിക്കുന്ന യുദ്ധത്തിനെയും എല്ലാം കാണാൻ വേണ്ടിയുള്ള 3rd സിനിമയുടെ സ്റ്റേജ് സെറ്റ് ചെയ്യുകയാണ് ഈ സിനിമ. ചുരുക്കത്തിൽ പറഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു ട്രാൻസ്ഫോമേഴ്സ് സിനിമയാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമ്മളുടെ ഇഷ്ട ട്രാൻസ്ഫോമേഴ്സിന്റെ തുടക്കം മുതൽ നമുക്ക് കാണിച്ചു തരുന്ന ഈ സ്റ്റോറിയിൽ ഇനി കൂടുതൽ ലൈവ് ആക്ഷൻ കണക്ഷൻസ് ഉണ്ടാകുമോ, ഇത് മൈക്കിൾ ബേയുടെ ട്രാൻസ്ഫോമേഴ്സ് സിനിമകളുമായി കണക്ട് ചെയ്യുമോ എന്നെല്ലാം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ട്രാൻസ്ഫോമേഴ്സ് കണ്ടന്റ് വേണമെങ്കിൽ ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത ട്രാൻസ്ഫോമേഴ്സിന്റെ ഒറിജിൻ വീഡിയോ കാണാം. അതിനുള്ള ലിങ്ക് കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള പോപ്പ് കൾച്ചർ റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ദിസ് ഇസ് അഭിരാം സോനു സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.